ഹേ ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ചെറിയൊരു ഓഫീസ് ഡേ ആട്ടോ കാണുന്നത്. ഇന്നൊരു ഫ്രൈഡേ ആണ്, വീക്കെൻഡിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഓഫീസ് വ്ലോഗാണ് കേട്ടോ. ഞാൻ ശരിക്കും മറന്നു പോയായിരുന്നു പകുതിയായപ്പോൾ ഈ ഒരു വ്ലോഗിൻ്റെ കാര്യം തന്നെ. അതാണ് ഇത്രയും ഷോർട്ടായിപ്പോയി. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഞങ്ങൾ നേരെ പമ്പിൽ പോയി CNG ഒക്കെ അടച്ചു. എന്നിട്ട് നേരെ ഓഫീസിലേക്കാട്ടോ. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ 1K ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ അറിയുന്നതും അറിയാത്തതായിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട് ഈ ചാനലിൽ. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് സുഹാന എന്നാണ്. ഞാൻ കറൻ്റ്ലി ഒരു എന്താ പറയുക, വർക്കിംഗ് വുമണാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ UG BBAയും PG MA HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റുമാണ് ചെയ്തത്. കറൻ്റ്ലി വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എന്നെപ്പറ്റിയുള്ള ചെറിയൊരു കാര്യം. അങ്ങനെ ഞങ്ങൾ കോഫി കുടിച്ചു. കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല ഇന്നെന്നല്ല, മിക്കപ്പോഴും സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ട്. പിന്നെ ഈ ഒരു സ്റ്റെൻസിൽസ്, ഈ ഒരു മെഹന്തി സ്റ്റെൻസിൽസ് വാങ്ങി ഞാൻ ചെയ്തതാട്ടോ. അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. ഹെന്ന വെയിൻസ് എന്ന് പറയുന്ന ഒരു PG നാട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ ഓഫീസിലേക്ക് എത്തി. എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഞാൻ ലോഗിൻ ചെയ്യാനായിട്ടിരുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഞാൻ എല്ലാ സാധനവും എൻ്റെ ടേബിളിൽ സെറ്റാക്കി വെച്ചേക്കും, ചാർജറും ഹെഡ്സെറ്റും എല്ലാം. പിന്നെ അതെടുക്കേണ്ട ഒരു ഇതിന് വേണ്ടി ഞാൻ നിൽക്കാറില്ല, എല്ലാം സെറ്റ് ചെയ്ത് വെക്കും വൈകിട്ട് വരെ. പിന്നെ ബോട്ടിൽ ഞാൻ എപ്പോഴും ഓഫീസിൽ വെച്ചിട്ടാണ് പോവാറ്. അത് ചുമന്നുകൊണ്ട് നടക്കാമെന്ന് പറയുന്നത് കുറച്ച് പാടാണ്. കാരണം ലാപ്ടോപ്പ് തന്നെ ഞാൻ എപ്പോഴും ഷോൾഡർ ബാഗ് അല്ലെങ്കിൽ സൈഡ് ബാഗാണ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ അതാണ്. അപ്പോൾ ഈ ഒരു ബാഗ് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ബർത്ത്ഡേക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ സ്റ്റില്ലത് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലാണ് ഞാനെപ്പോഴും യൂസ് ചെയ്യണത്. അത് നല്ല കനമുള്ളതാണ്, അതുകൊണ്ടാണ് ലാപ്പൊക്കെ നല്ലോണം അത് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ അതിൽ ഈ കുപ്പിയൊക്കെ ആയിട്ട് പോക്കും ഭയങ്കര ടാസ്ക്കാണ് എനിക്ക്. എന്നിട്ട് പിന്നെ ഞാൻ ലോഗിൻ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് ഇരുന്നു. എൻ്റെ ഡെയിലി റുട്ടീനൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ വർക്കിൻ്റെ കേസിൽ. കാരണം വന്നെടുക്കുന്നൊക്കെ പറഞ്ഞാൽ സെയിം ഒരു ടാസ്ക്കൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഡെയിലി ടാസ്ക് എനിക്ക് മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഞാൻ ഇറങ്ങുന്ന ടൈം, അതായത് ലോഗൗട്ട് ചെയ്യുന്ന ടൈം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. 10 to 5 ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് 6, 7 അങ്ങനെയൊക്കെ പോകാറുണ്ട്. പിന്നെ എൻ്റെ കമ്പനി അല്ലെങ്കിൽ ഓഫീസിനെ പറ്റി പറഞ്ഞാൽ ആദ്യം പറയാനുള്ളത് ഞങ്ങളുടെ ബോസിനെ പറ്റിയാണ്. ആൾ ഭയങ്കര പോസിറ്റീവാട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എന്താ പറയുക, നെഗറ്റീവ് എനർജി ഒരിക്കലും ഓഫീസിൽ നിന്ന് കിട്ടാറില്ല. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ബോസാണ് ഞങ്ങളുടെ. പിന്നെ എല്ലാം കുഴപ്പമില്ലാണ്ടൊക്കെ അൽഹംദുലില്ലാഹ് പോണു. അങ്ങനെ ഞാൻ എൻ്റെ ടാസ്കിലേക്കൊക്കെ കടന്നു. രാവിലെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ കുറച്ചധികം വർക്ക് നമുക്കുണ്ടാവുമല്ലോ. ഞാൻ HR ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുറച്ച് ഓഫീസ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം എനിക്ക് റെസ്റ്റ് എടുക്കാൻ കിട്ടി. ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം ഈ ഒരു സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ്. അപ്പോൾ അതിരുന്ന് കണ്ടു. അത് കണ്ടു കഴിഞ്ഞ് ബാക്ക് ടു വർക്കായിരുന്നു. ഞാനപ്പോൾ ലഞ്ച് കഴിക്കാൻ പോയതൊന്നും എടുത്തില്ല. ഞാൻ ശരിക്കും മറന്നുപോയി, ഈ ഒരു വ്ളോഗിൻ്റെ കാര്യമേ മറന്നുപോയി. അങ്ങനെ ബാക്ക് ടു വർക്ക്. കുറച്ച് നേരം ഇങ്ങനെ വർക്ക് ചെയ്തു. ദെൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തു. ഞാനങ്ങനെ കുത്തിയിരുന്ന് വർക്കൊന്നും ചെയ്യാനാണല്ല. നമ്മൾ എപ്പോഴും ആരായാലും വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും നമ്മളൊരിക്കലും അടുപ്പിച്ച് കുത്തിയിരുന്ന് വർക്കൊന്നും ചെയ്യരുത് കേട്ടോ. നമുക്കൊരു ഗ്യാപ്പൊക്കെ വേണം എന്തായാലും. ദെൻ നമുക്ക് എൻ്റെ ബോട്ടിലൊന്ന് റീഫിൽ ചെയ്യാനുണ്ടായി. ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ലോണം വെള്ളം കുടിക്കാറുണ്ട്. കാരണം അടുത്ത് തന്നെ ഉണ്ടല്ലോ. വീട്ടിലാണെങ്കിൽ അങ്ങനെ വെള്ളം കുടിക്കൽ ഭയങ്കര കുറവാണ്. പക്ഷേ ഓഫീസിലാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കും ഞാൻ. അങ്ങനെ ഒരു ഈവനിങ് ടൈമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ലോഗൗട്ട് ചെയ്യേണ്ട ടൈം ആവാറായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു 6 ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ ഓഫീസിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ.
കിൻഫ്രയിലാണ് ഞങ്ങളുടെ ഓഫീസുള്ളത്. അപ്പോൾ അതിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും നല്ല വ്യൂസ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകത എവിടെ നിന്ന് നോക്കിയാലും നല്ല നല്ല വ്യൂസ് ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ വിൻഡോസിൻ്റെ അവിടെ നിന്നു. ദെൻ ഓഫീസിലേക്ക് പോയി. എന്നിട്ട് ബാക്കിയുള്ള പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷുഗർ ഇട്ട് വെക്കാനായിട്ട് ഞങ്ങൾക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ സാറ് കൊണ്ടുവന്ന ആ ഒരു കണ്ടെയ്നറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഭയങ്കര ഇഷ്ടമായത്. ദെൻ ഇത് ഞങ്ങളുടെ തൊട്ട് ബാക്കിലുള്ള വ്യൂ ആട്ടോ. ഭയങ്കര രസമാണ്, ഇങ്ങോട്ട് നോക്കിയിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ എൻ്റെ ലോഗ് ഔട്ട് ആവേണ്ട ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എടുത്ത ക്ലിപ്പായിരുന്നു. ലോഗ് ഔട്ടിൻ്റെ ടൈം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സാറ്റർഡേ മിക്കപ്പോഴും വർക്ക് ഫ്രം ഹോം ആയിരിക്കും. അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോകാൻ നോക്കിയാണ്. അങ്ങനെ ലിഫ്റ്റിൽ കയറി. ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ ബസ് ത്രൂ ആയിരിക്കും, അല്ലെങ്കിൽ മെട്രോ ത്രൂ ആയിരിക്കും. മിക്കപ്പോഴും ഹസ്ബൻഡ് വരും കേട്ടോ. അപ്പോൾ ഇന്ന് ആളുണ്ടായില്ല. അപ്പോൾ ഞാൻ മെട്രോ ഫീഡർ ബസ്സുണ്ട്, അത് കഴിഞ്ഞ് മെട്രോ സ്റ്റേഷനിൽ വന്ന് ദെൻ എൻ്റെ ബ്രദർ പിക്ക് ചെയ്യാൻ വന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ വീട്ടിൽ എത്തിയപ്പോൾ എനിക്ക് ഉമ്മ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ ദിവസമായിട്ട് തിന്നാനായിട്ട് കൊതിച്ചിരുന്നൊരു ഐറ്റമാണ് ഈ ഒരു മൈദ അപ്പത്തിൻ്റെ ഉള്ളിൽ ബനാന, നെയ്യ്, ക്യാഷൊക്കെ ഇട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടി. എന്നിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ വിശേഷം എന്ന് പറയുന്നത്. എല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് ഡേയ്സ് ഉണ്ട്. ഇന്നിപ്പോൾ എനിക്ക് കുറച്ചധികം ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും കൂടിയൊക്കെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.